വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിജോ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് സ്റ്റിർ ഫ്രൈ ആണ്, അല്ലെങ്കിൽ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി, ക്യാരറ്റ് ഉപ്പേരി എന്നൊക്കെ പറയും. വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇതിൽ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ ഒരു ഫ്ലേവറൊക്കെ തരും. അപ്പം ഇത് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ബെല്ലൈക്കണൂടെ ഒന്ന് അമർത്തണേ. അപ്പം ഫ്യൂച്ചറിലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അതേപോലെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് എന്തെല്ലാം വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ഇടത്തരം ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി അതിനുശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കതിനെ കടുക് പൊട്ടിക്കാനെന്ന സമയത്ത് ചേർക്കാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതേപോലെ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കടുക് വേണം. അപ്പോൾ നമുക്കിനിയും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ക്യാരറ്റും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അതേപോലെ ക്യാരറ്റ് വേകാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി. ക്യാരറ്റ് അല്ലേ, വേഗം ആയിക്കോളും. അതേപോലെ തന്നെ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളവും വേണ്ട, ഒരുപാട് അങ്ങ് വേകുകയും വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ മതി. അപ്പോൾ അതുകൊണ്ടൊരു 1/4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനെ നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് അത്രയും മതിയാവും ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ലപോലെ ഉടയുന്നുണ്ട്. നമുക്കപ്പോൾ താളിച്ച് ചേർക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്കപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനിയും ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. ആ കറിവേപ്പില വന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ട് അത് നമ്മുടെ ക്യാരറ്റുമായിട്ട് ചേർന്ന് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലതുപോലെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സവാളയ്ക്ക് പരുവത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ക്യാരറ്റിൽ ആവശ്യത്തിന് ചേർത്തതാണ്. അപ്പോൾ ഒന്ന് സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി ഇത് ക്യാരറ്റിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാൻ പോവാണ്. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറിയ തീയിൽ ഞാൻ ക്യാരറ്റിനെ വെക്കുന്നുണ്ട്, വളരെ ചെറിയ ഫ്ലെയിമിൽ. എന്നിട്ട് ആണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്.
ഇതിപ്പോൾ നല്ലൊരു ക്യാരറ്റ് മെഴുക്ക് പുരട്ടി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് മടി പിടിച്ചിരിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ മെഴുക്ക് പുരട്ടി. അപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.